ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നലെ ബഡ് റോസ് നമ്മുടെ നേച്ചർ റോസ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് റീപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചത്. ഒരുപാട് പേര് കമൻസിലൊക്കെ ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലെ തന്നെ ആ റോസ് വെച്ച് പിടിപ്പിച്ചവരൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതേ രീതിയിൽ തന്നെ വെച്ച് പിടിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ പൂക്കുന്ന ചെടികളും, നമ്മുടെ പത്തമണി ചെടി, അതുപോലെ തന്നെ ബോഗൺവില്ലകളൊക്കെ പൂക്കാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസറൊക്കെ പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എതിരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലെ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നു. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പോസ്റ്റിനെ പറ്റി കേട്ടോ. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ്. നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഒരു ടിഫിൻ ബോക്സ് മാത്രം മതി. അതായത് പഴയ ടിഫിൻ ബോക്സുകളിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഏത് പാത്രത്തിലും ഉണ്ടാക്കി വെച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് തുറക്കുമ്പം എടുക്കുമ്പം കാണിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓറഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ ഓറഞ്ച് തൊലി, അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോട്, അതായത് പുഴുങ്ങിയ മുട്ടയല്ല, വാട്ടിയ മുട്ടയുടെ തോട്, ഉള്ളിത്തൊലി, സവോളത്തൊലി, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. നല്ലതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ലെയറിലേതായിട്ട് ചാണകപ്പൊടിയും, പിന്നെ ഈ പൊടിച്ചെടുത്ത പൗഡറും, പിന്നെയും ചാണകപ്പൊടി, പിന്നെ പൊടിച്ചെടുത്ത പൗഡർ, അങ്ങനെ ലെയറിലേതായിട്ട് ഇട്ടിട്ട് മേളിൽ കുറച്ച് വെള്ളവും കൂടെ തളിച്ചിട്ട് ഒരു 3-4 ദിവസം അടച്ചു വെക്കുക. അതിനുശേഷം എടുത്ത് വെക്കുക. അന്നേരം നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഇരിക്കും തോറും നല്ലൊരു പൗഡറായിട്ട് മാറും. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് മാറും. ഇത് എല്ലാ ചെടിക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാൻ നമ്മുടെ പെറ്റൂണിയയ്ക്കൊക്കെ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ്. എൻ്റെ ഒരു പെറ്റൂണിയ ഇതുവരെയായിട്ടും പിടിച്ചിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇനി ഞാൻ പെറ്റൂണിയ വാങ്ങിക്കും വീണ്ടും. അപ്പോൾ ഞാൻ ഓരോ ചെടികളും പിടിക്കുമ്പോൾ അതനുസരിച്ച് വീണ്ടും ചെടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേച്ചറുകൾ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. നമ്മുടെ കൃഷിഭവനിലെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അറ്റൻഡ് നിങ്ങൾ ചെയ്യണം കേട്ടോ. നല്ല റിസൾട്ടാണ്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം കാണുന്നത്. നമുക്ക് എന്നൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം പെറ്റൂണിയ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് വെള്ളം കൂടിപ്പോയാൽ അത് ഒരുപാട് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് പെറ്റൂണിയ. പിന്നെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ റീപ്പോർട്ട് ചെയ്ത നേച്ചർ റോസ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതിനു മുമ്പും കുറച്ച് പ്രൂൺ ചെയ്ത റോസകളൊക്കെ നല്ല തളിർപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നല്ല ഫെർട്ടിലൈസറുകളും നല്ല ജൈവ എന്താ പറയുക, ജൈവ കീടനാശിനികളും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പച്ചച്ചാണകം. പച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചയല്ല കേട്ടോ, കുറച്ച് ചെറുതായിട്ട് ഉണങ്ങിയതാണ്. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ട് വെച്ചു കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ അരി കഴുകിയ വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചത്. അതിട്ട് 2-3 ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പുളിച്ച പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അരിച്ചെടുത്തു കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മുടെ 10 മണിച്ചെടി, അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടി, എല്ലാ ചെടികൾക്കും ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളരെയധികം നല്ലതാണ്. അപ്പോൾ എൻ്റെ 10 മണിച്ചെടിയൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടും ഒരുപാട് ഞാൻ അധികം പോലും ആയിട്ടില്ല. ഈ 10 മണി ഞാൻ ചട്ടിക്കകത്തായിരുന്നു 10 മണി വെച്ച് പിടിപ്പിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ തടം പോലെ ഉണ്ടാക്കി ഇട്ട് കൊടുത്താണ് കേട്ടോ, ചെയ്ത് കൊടുത്താണ്. പെട്ടെന്ന് തന്നെ തളർപ്പും കാര്യങ്ങളൊന്നും, പൂക്കളൊക്കെ വരാൻ ഒരുപാട് മൊട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് പൂക്കൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അധികമായിട്ടില്ല, ഒരാഴ്ച ആയിട്ടുള്ളത് വെച്ച് പിടിപ്പിച്ചിട്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ആ പൗഡർ ഉണ്ടല്ലോ, ആദ്യം ഉണ്ടാക്കിയ ഓറഞ്ച് തൊലി വെച്ച് ഉണ്ടാക്കിയ പൗഡർ, അത് ഞാൻ ബോഗൺവില്ലയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. ഇത് ഇട്ടെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ തളിച്ച് കൊടുത്താൽ മതി. ബോഗൺവില്ലയ്ക്ക് ഒരു ദിവസം നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ പിറ്റേ ദിവസം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് മണ്ണ് ഡ്രൈ ആയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ബോഗൺവില്ല നല്ല വെയിലത്താണ് വെക്കേണ്ടത്. അപ്പം നല്ലതായിട്ട് ചെറിയ തൈ കൊണ്ട് വെച്ചതാണ്. ഇപ്പം നിറയെ പൂക്കളുണ്ട് ബോഗൺവില്ലയിൽ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ഫെർട്ടിലൈസറും കാര്യങ്ങളും നമുക്ക് നല്ല റിസൾട്ടുകൾ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും